RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു LG ഇൻവേർട്ടർ സ്പ്ലിറ്റേഴ്സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള PCBയുടെ സർക്യൂട്ട് ഡയഗ്രവും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് LG സ്പ്ലിറ്റേഴ്സിയുടെ PCB ആണെങ്കിലും ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ഇതേ രീതിയിൽ തന്നെയാണ് ഇൻവേർട്ടർ സ്പ്ലിറ്റേഴ്സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിലെ PCB മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം മിക്കവാറും എല്ലാ കമ്പോണൻസും തന്നെ എല്ലാ PCBയിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ ഡയഗ്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ഔട്ട്ഡോർ യൂണിറ്റ് PCBയുടെ ഒരു വയറിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കണക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ N എന്ന് എഴുതിയിരിക്കുന്നതാണ് ഈ സർക്യൂട്ട് ബോർഡിലേക്കുള്ള ന്യൂട്രൽ കണക്ഷൻ. L എന്ന് എഴുതിയിരിക്കുന്നത് സർക്യൂട്ട് ബോർഡിലേക്കുള്ള ലൈൻ കണക്ഷൻ അഥവാ ഫേസ് കണക്ഷനാണ്. E എന്ന് കൊടുത്തിരിക്കുന്നത് ഇതിലേക്കുള്ള എർത്ത് കണക്ഷനാണ്. കോം എന്ന് കൊടുത്തിരിക്കുന്നത് ഈ ബോർഡിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഈ 4 ലൈനുകളും നമ്മൾ ഇൻഡോർ യൂണിറ്റിൻ്റെ PCBയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡോർ യൂണിറ്റ് PCBയിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾക്ക് അനുസരിച്ചിട്ടാണ് ഈ ഔട്ട്ഡോർ യൂണിറ്റിലെ PCB വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് MCU എന്ന് പറയുന്നത്. MCU എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളറാണ്, ഒരു മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ഇതാണ് ഈ ബോർഡിൻ്റെ ഫുൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ ബോർഡിലെ ഓരോ കമ്പോണൻറ്റും അതിൻ്റെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ MCU എന്ന് പറയുന്ന ഈ കമ്പോണൻ്റാണ്. ഇതിനെ മൈക്രോ കൺട്രോളർ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കമ്പ്യൂട്ടറാണ്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് ഈ IPM എന്ന് പറയുന്നത്. IPM എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് പവർ മൊഡ്യൂൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു IC ചിപ്പാണ്. അപ്പോൾ ഈ IPM എന്ന് പറയുന്ന ഈ IC ചിപ്പാണ് ഇൻവേർട്ടർ കംപ്രസറിനെ ഡ്രൈവ് ചെയ്യാനുള്ള സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇൻവേർട്ടർ കംപ്രസറിലേക്ക് 3 ലൈനുകളാണ് പോകുന്നത്. ആ 3 ലൈനുകളെ നമ്മൾ UVW എന്നിങ്ങനെയാണ് അതിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ N എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മുകളിലത്തെ ലൈനുകളെല്ലാം ന്യൂട്രൽ കണക്ഷനാണ്. ഈ L എന്ന് പറഞ്ഞിരിക്കുന്ന താഴത്തെ കണക്ഷനെല്ലാം ഫേസ് കണക്ഷനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം 2 MOV എന്ന് പറയുന്ന 2 കമ്പോണൻ്റ് ഉണ്ട്. MOV എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ഈ MOVയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്കുള്ള ഹൈ വോൾട്ടേജ് സ്പൈക്കുകൾ കടന്നു വന്നാൽ, സ്പൈക്ക് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ പെട്ടെന്നുള്ള സർജുകളാണ്, പെട്ടെന്നുള്ള വോൾട്ടേജ് വേരിയേഷനെയാണ് ഈ സ്പൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ഈ അകത്തുള്ള ഈ കമ്പോണൻസ് എല്ലാം ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ആദ്യം ഫിൽട്ടർ ചെയ്ത് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻ്റെയാണ് ഈ MOV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. അതായത് വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസ് 0 ആവും. വോൾട്ടേജ് കുറവുള്ള സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ ലൈനിൽ നമ്മളൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇവിടെ കൊടുക്കുന്ന ഫേസ് ഈ ഫ്യൂസ് വഴിയാണ് ഈ ബാക്കിയുള്ള സർക്യൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലൈനിൽ കൂടെ ഒന്നെങ്കിൽ ന്യൂട്രലിലൂടെയോ അല്ലെങ്കിൽ ഫേസിലൂടെയോ ഈ ഹൈ വോൾട്ടേജ് സർജ് കയറി വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏകദേശം 0 ആവും. അപ്പോൾ അങ്ങനെ 0 ആകുന്ന സമയത്ത് ഇത് ഈ ലൈനിൽ കൂടെ എർത്തിലേക്ക് കയറി ബൈപ്പാസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ഹൈ വോൾട്ടേജ് സ്പൈക്കിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അടുത്തത് അതിന് ശേഷം നമ്മൾ വരുമ്പോൾ ഇവിടെ വീണ്ടും അതിന് പാരലായിട്ട് മറ്റൊരു MOV കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നേരത്തെ കണ്ട MOVനെക്കാട്ടും കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയതാണ്. ഇതിൻ്റെ ഫംഗ്ഷനും ഈ ഹൈ വോൾട്ടേജ് സ്പൈക്കിനെ റെസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഹൈ വോൾട്ടേജ് സ്പൈക്ക് കയറി വന്നു, ഏതെങ്കിലും കാരണവശാൽ ഈ 2 MOVക്ക് അതിന് ഫിൽട്ടർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ഈ MOV ആണ് അതിനെ ഫിൽട്ടർ ചെയ്യുന്നത്, ഇതിലോട്ടുള്ള ആ പോക്കിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഹൈ വോൾട്ടേജ് കയറി വരുമ്പോഴത്തേനും ഈ ഹൈ റെസിസ്റ്റൻസ് ഉള്ള MOVയുടെ റെസിസ്റ്റൻസ് പെട്ടെന്ന് കുറഞ്ഞ് ഏകദേശം 0 റെസിസ്റ്റൻസ് ആകുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ലൈനിൽ കൂടെയുള്ള ഈ ഫേസ് നേരെ MOVയിൽ കൂടെ കയറി നേരെ ന്യൂട്രലിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ലൈനിൽ നിന്നും ന്യൂട്രലിലേക്ക് MOV വഴി ഡയറക്റ്റ് ആയിട്ട് ഫേസ് കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് കറണ്ടിൻ്റെ വാല്യൂ പെട്ടെന്ന് കൂടി. അപ്പോൾ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഫ്യൂസിന് അത് താങ്ങാൻ പറ്റാണ്ട് വരും. അങ്ങനെ ഫ്യൂസ്
ഡിസ്കണക്റ്റ് ആവും. അങ്ങനെ ആ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ MOVയുടെ ഫങ്ഷൻ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു കപ്പാസിറ്ററാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഡക്ടർ, ഇതിനെ നമ്മൾ ലൈൻ ഫിൽട്ടർ കോയിൽ എന്ന് പറയും. അതിനുശേഷം മറ്റൊരു കപ്പാസിറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റർ ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ ആണ്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ EMI ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അപ്പോൾ അത് മറ്റുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി അവയെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തുടക്കത്തിൽ ഒരു ക്ലാസ് X2 ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ ഒരു ഇൻഡക്ടർ കോയിൽ വരും. പിന്നെ വരുന്നത് അതിനുശേഷം മറ്റൊരു കപ്പാസിറ്ററും കൂടെ വരും. അപ്പോൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഈ EMI ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും അവിടെ രണ്ട് MOV വരുന്നുണ്ട്. അപ്പോൾ ഈ MOVയുടെ ഫങ്ഷനും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഇതിലേക്ക് ഈ ലൈൻ വഴിയോ അതല്ലെങ്കിൽ ന്യൂട്രൽ വഴിയോ ഏതെങ്കിലും കാരണവശാൽ ഹൈ വോൾട്ടേജ് സ്പൈക്ക് വരികയാണെങ്കിൽ അത് നേരെ അത് എർത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ അതിനെ മുമ്പോട്ടുള്ള അതിൻ്റെ പോക്കിനെ ഡയറക്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് MOVകൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ കമ്പോണൻറ്റുകൾ നമുക്ക് ബോർഡിനകത്ത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ആ ഫ്യൂസ്. അപ്പോൾ അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ബോർഡിലേക്കുള്ള ന്യൂട്രൽ കണക്ഷൻ. ഇതാണ് ബോർഡിലേക്കുള്ള ന്യൂട്രൽ കണക്ഷൻ. ഇതിലേക്കുള്ള ഫേസിൻ്റെ കണക്ഷൻ വരുന്നത് ഇതാണ്. അതാണ് നമ്മളിവിടെ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. ഈ ഫേസിൻ്റെ കണക്ഷനിൽ നിന്ന് ഡയറക്റ്റ് ഈ ഫ്യൂസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഫ്യൂസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ആദ്യം രണ്ട് MOV ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് വേരിസ്റ്റർ. ആ രണ്ട് വേരിസ്റ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുക്കുവന്ന് ഒരു എർത്തിൻ്റെ കണക്ഷൻ പോകുന്നുണ്ട്. ആ പോയിൻ്റാണ് ഇത്. അത് എർത്തിൻ്റെ കണക്ഷനാണ്. അതിനുശേഷം ഇവിടെ രണ്ട് MOV അല്ലാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു MOVയും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 3 MOV ആണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൊത്തം 1, 2, 3, 4, 5 MOV ഉണ്ട്. അപ്പോൾ MOVയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് കയറി വരുന്ന സമയത്ത് അതിനെ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്കുള്ള സർക്യൂട്ടിലേക്ക് പോകാതെ അതിനെ ഡാമ്പ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. കൂടാതെ ഇവിടെ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും കൂടെ ഉണ്ട്. ഇത് സർജ് പ്രൊട്ടക്ഷനാണ്. ഇതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് കയറി വരുമ്പോൾ തടയാനുള്ള കമ്പോണൻ്റാണ്. ഇതിൻ്റെ പേരാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് കപ്പാസിറ്റർ. ഇത് ക്ലാസ് X2 ടൈപ്പ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിനെ ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ അല്ലെങ്കിൽ സേഫ്റ്റി കപ്പാസിറ്റർ എന്നും പറയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലൈൻ ഫിൽട്ടർ കോയിൽ അല്ലെങ്കിൽ കോമൺ മോഡ് ഫിൽട്ടർ കോയിൽ എന്ന് പറയുന്നു. ഇതിൽ ഈ കോയിൽ ന്യൂട്രലിൻ്റെ ഇവിടെ കാണുന്ന കോയിൽ അത് ഫേസിൽ വർക്ക് ചെയ്യുന്ന കോയിലുമാണ്. ഇത് ശരിക്കും ഒരു ഇൻഡക്ടർ കോയിലാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും രണ്ട് കപ്പാസിറ്ററുകൾ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻപുട്ടിലുള്ള കപ്പാസിറ്റർ ഇതാണ്, ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്റർ ഇതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ EMI ഫിൽട്ടർ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടി ഉള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഈ കപ്പാസിറ്ററിന് ശേഷം ഇവിടെ രണ്ട് MOVയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ രണ്ടും വരച്ചിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് MOV ആണ്. മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്ററാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ ന്യൂട്രലിൽ കൂടെയോ അതല്ലെങ്കിൽ ഫേസിൽ കൂടെയോ ഹൈ വോൾട്ടേജ് സ്പൈക്ക് വരുന്ന സമയത്ത് അതിനെ എർത്തിൽ കൂടെ ഡയറക്റ്റ് ചെയ്ത് ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ഈ MOVയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നടുക്കുന്ന് പോകുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എർത്തിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നേരെ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു PTC എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. PTC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. കാരണം ഇതിൻ്റെ ആവശ്യകത എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് വലിയ കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ കപ്പാസിറ്റർ അതിലേക്ക് മാക്സിമം കറണ്ട് വലിക്കും. പക്ഷേ അങ്ങനെ മാക്സിമം കറണ്ട് വലിച്ചു കഴിയുമ്പോൾ ഇതിനുള്ളിലുള്ള കമ്പോണൻസിലൊക്കെ ഡാമേജ് പറ്റും. അപ്പോൾ ഇതിലേക്ക് ആദ്യം വരുന്ന ആ കൂടിയ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് നമ്മൾ PTC എന്ന് പറയുന്നത്. ഇതാണ് PTC.
അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട് 400X-KSA-71 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. അപ്പോൾ അതിന് പാരലായിട്ട് തന്നെ ഒരു ഹൈ വോൾട്ടേജ് റിലേയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിലേ ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബോർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ റിലേ ഓഫായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ആ സപ്ലൈ നേരെ PTCയിൽ കൂടെ കയറി ആണ് ബാക്കിയുള്ള സർക്യൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ PTCയിലേക്ക് കറണ്ട് കയറി കഴിയുമ്പോൾ തന്നെ PTC ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആവും. അപ്പോൾ ഹൈ ആകുമ്പോഴത്തേനും ഇതിലേക്കുള്ള കറണ്ട് ഫ്ലോ അത് ലിമിറ്റ് ചെയ്യും. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ഈ റിലേ ഓൺ ആക്കിയിരുന്നാൽ ഇവിടെ വരുന്ന സപ്ലൈ നേരെ റിലേ വഴിയേ സർക്യൂട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ സെക്കൻഡ് സമയത്തേക്ക് ഈ റിലേ ഓഫായിട്ടിരിക്കും. അപ്പോൾ ഈ കറണ്ട് നേരെ PTCയിലേക്ക് പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ റിലേ ക്ലോസ് ആവും. ക്ലോസ് ആകുമ്പോൾ PTCയിലേക്ക് കറണ്ട് വരാതെ നേരെ റിലേ വഴി കറണ്ട് പോകും. അപ്പോൾ തുടക്കത്തിലുള്ള ആ ഹൈ ആംബിയറേജ് കറണ്ടിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PTC ഉപയോഗിക്കുന്നത്. ഇനി അതിനുശേഷം വരുന്നത് ഒരു റെക്ടിഫയർ ആണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം നോക്കുക, ഇവിടെ 3 കമ്പോണൻറ്റുകൾ നമുക്ക് കാണാം. ഇത് ഒരു റെക്ടിഫയർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോ വോൾട്ടേജ് SMPS സർക്യൂട്ട് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ റെക്ടിഫയർ മൊഡ്യൂളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ AC DC ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കുന്ന IPM ഇൻ്റലിജൻറ്റ് പവർ മൊഡ്യൂള് ഉൾപ്പെടുന്ന സർക്യൂട്ടിൻ്റെ റെക്ടിഫയർ മൊഡ്യൂളാണ് ഇത്. ഈ റെക്ടിഫയർ മൊഡ്യൂളിൻ്റെ എല്ലാം ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ACയെ DC ആക്കി കൺവേർട്ട് ചെയ്യുക. അതായത് നമുക്ക് കിട്ടുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ 220 അല്ലെങ്കിൽ 230 വോൾട്ട് AC ആണ്. അതിനെ DC ആക്കി കൺവേർട്ട് ചെയ്യുക. അതാണ് ഈ റെക്ടിഫയർ മൊഡ്യൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ 4 കണക്ഷൻസ് കാണും. അപ്പോൾ ഇവിടെ ഈ 2 പോയിന്റിൽ നമ്മൾ AC സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഈ 2 പോയിന്റിൽ നമുക്ക് DC സപ്ലൈ കിട്ടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് കാണാം, ഇവിടെ നെഗറ്റീവ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ AC സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? DC സപ്ലൈ കിട്ടും. അതാണ് ഈ റെക്ടിഫയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്ടിഫയറിൽ നിന്നുള്ള ആ DC പവർ വെച്ചിട്ടാണ് ഈ IPM എന്ന് പറയുന്ന ഈ മൊഡ്യൂള് വർക്ക് ചെയ്യുന്നത്. IPM ആണ് ഇൻവേർട്ടർ കംപ്രസറിനെ ഡ്രൈവ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. ഓക്കെ,